ഇന്ന് സംസാരിക്കുന്ന വിഷയം സൂക്ഷ്മശാസ്ത്രം എന്നതാണ്. പലവരും പറയാറുണ്ട്, ഒളിപ്പിച്ചു വെക്കാതെ എല്ലാ കാര്യവും കൂടി സംസാരിക്കണം. ഒളിഞ്ഞിരിക്കുന്നതാണ് സനാതനധർമ്മത്തിന്റെ ഓരോരോ കാര്യങ്ങൾ. കാരണം ഒളിപ്പിച്ചു വെക്കുകയല്ല വേണ്ട, കാലം പുരോഗമിച്ചു, എല്ലാം അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയണം. അത് പ്രാവർത്തികമാണ്. ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നുണ്ട്. ആ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് സാധാരണക്കാരന് അറിയോ, മനസ്സിലാവുമോ? അതറിയേണ്ടവൻ മാത്രം, പഠിക്കുന്നവന് മാത്രമുള്ളതല്ലേ അത്. ഒളിപ്പിച്ചു വെച്ചതല്ല. ഭാഷയിൽ മാത്രമല്ല, വിജ്ഞാനത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും കുറെ രഹസ്യങ്ങളുണ്ട്. ഈയിടെ വളരെ വേണ്ടപ്പെട്ട ഒരാള് വേറൊരാളോട് അപ്പൊ പെൻഷൻ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ പെൻഷൻ എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോ മറ്റാള് മുഖത്തേക്ക് പറഞ്ഞു, അത് ഞാൻ പറയില്ല പറഞ്ഞു. ഇയാൾക്ക് വലിയ വിഷമായി. അങ്ങനെ പറയാഞ്ഞ് നന്നായുള്ള അഭിപ്രായം എനിക്കും ഉണ്ട്. കാരണം അത് കേട്ടാല് ഇത്ര പെൻഷൻ കിട്ടൂല്ലേ എന്ന് ഇയാൾ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കും. നമ്മളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മശാസ്ത്രങ്ങൾ വിളിച്ചു പറയരുത്. ഒരു പ്രത്യേക അതോറിറ്റി ചോദിച്ചാൽ എനിക്ക് ഇത്ര പെൻഷൻ പറയാം, ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ പറയാം. സൂക്ഷ്മമായിട്ടുള്ള അനവധി രഹസ്യങ്ങൾ നമ്മുടെ വീട്ടിലില്ലേ. എന്നും നമ്മൾക്ക് ആവശ്യമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വീടിന്റെ ആധാരം തുടങ്ങിയതൊക്കെ മേശപ്പുറത്ത് നടക്കും. വർത്തമാനപത്രം ഇടുന്ന ടീപ്പോയുടെ മുകളില് നമ്മൾ വീടിന്റെ ആധാരം അവിടെ കൊടുന്ന് വെക്കും. ആ ആധാരം കുറച്ചും കൂടി ഒന്ന് രഹസ്യമായിട്ട്, എപ്പോഴും എടുക്കേണ്ട സാധനമല്ല, അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ട്. അറിവുകൾക്കും ഉണ്ട്, പറഞ്ഞു കൊടുക്കില്ല എന്നല്ല. അങ്ങനെ ഓപ്പണായിട്ട് പറയാതിരിക്കാൻ കാരണം ഒരു കയ്യിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മരുന്നുകളെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കല് അതേ വിഷയത്തെക്കുറിച്ച് ഗൾഫിൽ സംസാരിക്കേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാരും പറയും ഇതൊക്കെയാണ് വിത്തി പറഞ്ഞു, വിത്തി പറഞ്ഞാൽ പിന്നെ വില പോയില്ലേ. ഏറ്റവും മാറാൻ പറ്റാത്ത രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളുണ്ട്. നിസ്സാരമായതുകൊണ്ടൊക്കെ എന്ത് രോഗം വന്ന് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട കാര്യം 1.5 മണിക്കൂർ നേരം വിസ്തരിച്ചു നമ്മോട്. നമ്മുടെ 1.5 മണിക്കൂർ കളഞ്ഞു. നമ്മുടെ മനസ്സ് പറയാണ്, ഈ സൂക്കട് മാറാതൊന്നും വേണ്ട, 10 നയാ പൈസ ചെലവില്ലാത്തൊരു കാര്യം ചെയ്താൽ മതി. അവരോട് മിണ്ടാൻ വൃത്തിയില്ല. അത് മുഴുവൻ കേൾക്കുക എന്നല്ല, ഇത് പറഞ്ഞാൽ അവർക്ക് ശ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഈ കാതുകൂടെ കേട്ട് ഈ കാതുകൂടെ അപ്പൊ തന്നെ എടുക്കണം. വില കൂടുതലിന് മാത്രമേ വിലയുള്ളൂ. 10 പൈസ ചെലവില്ല എന്ന് പറഞ്ഞാൽ അതിനോട് ആർക്കും ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഇക്കാരണം കൊണ്ട് തന്നെ ആചാര്യന്മാർ പറഞ്ഞു, സൂക്ഷ്മശാസ്ത്രങ്ങൾ വിളിച്ചു പറയരുത്.
ഈ വ്യക്തി അഥവാ നമ്മൾ പറഞ്ഞ അനുസരിച്ചു, സൂക്കടാൻ മാറും, അത് വേറെ കാര്യം. അപ്പൊ വീട്ടിലൊരാൾ വരുന്നു, ഇന്ന ആള് പറഞ്ഞു, എന്താ പറഞ്ഞു, അയാള് വൈദ്യനൊന്നല്ലല്ലോ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറൊന്നല്ലല്ലോ, പക്ഷെ അയാൾ ഇന്നൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞു? ഇന്ന പോലെ ചെയ്താൽ മതി. അയ്യേ, എന്നാ പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജും ഡോക്ടർമാരും ആശുപത്രി ഒന്നും വേണ്ടല്ലോ. എന്ത് വിവരമില്ലായ്മ അയാൾ പറഞ്ഞത്. ഈ പറഞ്ഞ ആളെ പരിഹസിക്കുന്ന കേൾക്കുമ്പോ, ഗുരുവിനെ പരിഹസിക്കുമ്പോ ഒരാൾ കേട്ടുകൊണ്ടിരിക്കരുത്. എന്റെ ഗുരുനാഥൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കേട്ട ആൾ എന്നോട് പറയാ, ആരാ എന്നോട് ഇത് പറഞ്ഞ്, ഏത് കഴുതയത് പറഞ്ഞത്? എന്നാ പിന്നെ ഈ മരുന്ന് കമ്പനിയൊന്നും വേണ്ടല്ലോ. ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ ഗുരുനാഥനെ ഈ വ്യക്തി പരിഹസിച്ചു, നിന്ദിച്ചു. അതിന്റെ പാപം എനിക്കുണ്ട്. ശരി, ആ ഗുരുനാഥനെ നിന്ദിച്ചു. അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തല്ലേ അദ്ദേഹത്തിന്. അങ്ങനെ വരുമ്പോ ഗുരു പരമ്പരയെ മുഴുവൻ നിന്ദിക്കല്ലേ ചെയ്ത്. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഉടനെ ഇപ്പൊ തന്നെ പോയിട്ട് ഇന്നോടത്തിൽ അഡ്മിറ്റ് ആയിട്ട് 12 ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്. അവിടെ ഇപ്പൊ വലിയൊരു ഗുരു എന്തല്ലേ. ഗുരുവിന്റെ 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 ഗുരു ആരാ? അതാണ് ശിവൻ. ശിവഗുരുവാണ്. അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അറിവാണ് ഈ സൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രങ്ങൾ. അതാണ് ആ ഗുരു. ആ ഗുരു പ്രതിമയുണ്ട്. ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂര് ആ ശിവഗുരുവിന്റെ പ്രതിമയാണ് ഉള്ളത്. ഇക്കാരണം കൊണ്ട് തന്നെ ആദ്യകാലം മുതൽക്ക് തന്നെ നമ്മുടെ കൃതികള് പലതും കഥാരൂപത്തിൽ പറഞ്ഞു. ആ കഥാരൂപത്തിൽ പറഞ്ഞതിന്റെ കാരണം കഥ എല്ലാവരും പ്രചരിപ്പിക്കും. കഥ എല്ലാവരും പ്രചരിപ്പിച്ച് ഒരിടത്ത് മിണ്ടാതിരുന്ന് ഒരു സത്സംഗം വരുമ്പോൾ ആ സത്സംഗത്തിൽ ഗുരു പറയും, ഇമ വെട്ടാതെ ഇരിക്കുന്നവരോട്, ഇമ വെട്ടുന്നവർക്കല്ല, ഇത് ഇന്നതാണ്. സൂക്ഷ്മ രഹസ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല. അപ്പൊ എല്ലാവരും പരിഹസിച്ചു തുടങ്ങും. സകലോർക്കും പരിഹാസമാവും. 12 ഓപ്പറേഷൻ കൊണ്ട് നിൽക്കാത്ത സൂക്കട് മാറ്റത്ര മുറ്റത്ത് നിൽക്കുന്ന ഈ ചെടി, ആ ചെടിയെ കളിയാക്കല്ലേ, അതിനെ പരിഹസിക്കല്ലേ. അത് അശാസ്ത്രീയമാണ്. അത് ആ ചെടി കേൾക്കുകയല്ലേ. ഇതുകൊണ്ട് പറഞ്ഞു, സൂക്ഷ്മ രഹസ്യങ്ങൾ വിളിച്ചു പറയരുത്. അതിന്റെ കഥാരൂപമാണ് വാൽമീകിയുടെ ആശ്രമത്തില് ശ്രീരാമനും സീതയും ജനിച്ച് കുട്ടിയായിരിക്കുമ്പോ തന്നെ അദ്ദേഹം രാമായണം എഴുതുകയാണ്. രാമൻ ജനിച്ചിട്ടേ ഉള്ളൂ, സീത കുട്ടിയാ. ഇതെങ്ങനെ എഴുതി? മഹർഷിയുടെ സിദ്ധി കൊണ്ട്. എത്രയോ ആവർത്തി രാമായണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു. ഇതെഴുതി അത് ഭംഗിയായിട്ട് മഹർഷി സ്വയം തൃപ്തിക്കോ വേറൊരു കൂട്ടർക്കോ ആലപിച്ചു. രാമന്റെയും സീതയുടെയും കഥ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും കഥ, പ്രപഞ്ച രഹസ്യങ്ങളുടെ കഥ, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കഥ. ഇത് 2 പക്ഷികൾ കേട്ടു. പക്ഷികൾ കേട്ടാൽ അതേമാതിരി അനുകരിക്കും.
അതാണ് ദേവിയുടെ കൂടെ ഒരു തത്ത ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, തത്ത പറയണ പോലെ എന്ന് പറഞ്ഞാൽ തത്ത അനുകരിച്ച് പറയും. ഈ സൂക്ഷ്മ രഹസ്യങ്ങൾ മുഴുവൻ പാട്ടുപാടിക്കൊണ്ട് നടന്നു തത്തകള്. സീത കുട്ടിയായിരിക്കുകയാണ്, ചെറിയ പെൺകുട്ടിയാ. അവളെ ശ്രീരാമൻ കഴിക്കുന്നൊക്കെയാണ് പാട്ട് പാടുന്നത്. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ആ തത്തയെ പിടിക്കണമെന്ന്. 2 തത്തയിലും ഒന്നിനെ പിടുത്തം കിട്ടി, ഒന്നിനെ കിട്ടിയില്ല. ഒന്നിനെ കൂട്ടിലിട്ടു. ഈ കുട്ടിക്ക് കളിക്കാനും കാണാനും. ഈ ഒരു തത്ത ദുഃഖം കൊണ്ട് മരിച്ചു, വേണത്തത്ത മരിച്ചതിന്. ഇത് കൂട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. തത്തകൾ ചെയ്ത തെറ്റ് ഋഷിമാര് പറഞ്ഞു, സൂക്ഷ്മ രഹസ്യങ്ങൾ ഓപ്പണായിട്ട് വിളിച്ചു വരാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലും ചെറിയ കുട്ടികൾക്ക് ഒന്നും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും വീട്ടിൽ. നമ്മുടെ വരുമാനം, സമ്പത്ത്, നാളത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം റുപ്യ വിഡ്രോ ചെയ്തിട്ട് ഇപ്പൊ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. അത് കുട്ടികളോട് പറയാ, എല്ലാവരോടും എല്ലാ രഹസ്യവും പറയണം, ഒക്കെ സുതാര്യമായിരിക്കണം. കുട്ടികൾ എന്ത് ചെയ്യും? അച്ഛൻ 10 ലക്ഷം റുപ്യ അവിടെ അലമാരയിൽ വെച്ചിട്ടുണ്ടെന്ന് ഗേറ്റിന്റെ അവിടെ നിന്ന് കളിക്കുമ്പോൾ ബാക്കി കുട്ടികളോട് പറയും. കുഴപ്പമെന്താ? 10 ലക്ഷം റുപ്യ അവിടെ ഉണ്ട് എന്നുള്ളത് കേട്ട ഒരാള്, കള്ളനല്ലാത്ത ഒരാള് കള്ളനാവും. അല്ലാതെ കള്ളൻ ഇങ്ങനെ വിദേശത്ത് നിന്ന് വരികയല്ല. അത് ശരി, എനിക്ക് കാശിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അയാൾ അലമാരയിൽ 10 ലക്ഷം റുപ്യ ഉണ്ടല്ലേ, അയാൾ കള്ളനല്ല. കള്ളനല്ലാത്ത ഒരാളെ നമ്മൾ കള്ളനാക്കി. ആ തെറ്റുകൂടി ചെയ്തു. ഈ തത്തകൾക്ക് ശിക്ഷ കിട്ടി. ഒരു തത്ത ദുഃഖം കൊണ്ട് മരിച്ചു. ഇത് ശരിയെന്നല്ല, സീതയ്ക്ക് ഇതിന്റെ ശിക്ഷ സീതയ്ക്ക് കിട്ടി. സീതയ്ക്ക് ആസ്വാദനത്തോടു കൂടിയിട്ട് അശോകവനത്തിൽ ഇരിക്കേണ്ടി വന്നു. തത്തയെ കൂട്ടിലിട്ടു, സീതയും കൂട്ടിലായി. അനവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഏതൊന്നിനെ സംബന്ധിച്ചു, ഏത് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഫഷനിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയേണ്ടവർക്ക് മാത്രമാണ് അത് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ രഹസ്യം എന്താണ് എന്ന് അറിയണമെങ്കിൽ അത് പറഞ്ഞ് കൊടുക്കണം. പല ഔഷധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോൺ വഴി ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഫോണിൽ കൂടെ മറുപടി പറഞ്ഞാൽ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അയാളെ എല്ലാവരോടും പറയും, എന്നാ പിന്നെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പം തന്നെ ആ അറിവിനെ പരിഹസിക്കും. അതേ സമയത്ത് ഇതിനിപ്പോ ട്രീറ്റ്മെന്റിന് മദ്രാസിൽ പോകണം, ഒരു 10 ലക്ഷം റുപ്യ കരുതുക, ആകെ 40 ലക്ഷം റുപ്യ ആവും എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടി. പ്രകൃതി നമുക്ക് വേണ്ടുന്ന എല്ലാ ജ്ഞാനവും സൂക്ഷ്മ രൂപത്തിൽ തന്നിട്ടുണ്ട്. ഒരു ഗുരുവിൽ നിന്ന് അത് മനസ്സിലാക്കണം. ആ സൂക്ഷ്മജ്ഞാനങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ആ തത്തകൾക്ക് ശിക്ഷ കിട്ടിയത്. ഇതൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്കേണ്ട ഒരു വിഷയങ്ങളാണ് എന്ന് മാത്രം. ഇത് കേൾക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.